ഫോൺ കണ്ടൂല രസമില്ല കാണാൻ. ഞാൻ ഇന്നത്തെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കാണ് പറയാ അല്ലേ? അപ്പൊ സലീമക്ക പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സലീമക്ക നിങ്ങളൊരു ആഗ്രഹമല്ലേ ഒരു യൂട്യൂബ് ചാനൽ? നല്ലൊരു ആഗ്രഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. അതുകൊണ്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങോട്ട് ഇങ്ങോട്ട് പറയട്ടോ, ചോദിക്കാം. അങ്ങനെ നമുക്ക് പറ്റും. യൂട്യൂബ് ചാനലിനെ പറ്റി പറയാം, അങ്ങോട്ട് ചോദിക്കാതെ ചോദിക്കാം. റെഡി. ഞാൻ നിങ്ങളുടെ സ്വന്തം സലീമാക്കയാണ്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും എന്നെ ഹലോ ഗൈസ്. എങ്ങനെ ഹലോ ഗൈസ് ഞാൻ ഒരു സ്റ്റെപ്പ് അടുത്തിട്ട് പറയാനുണ്ട്. അപ്പൊ ഞാൻ പറയും, അങ്ങനെ പറയാം. ഹലോ ഗൈസ്, സലീമാക്കാന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. കട്ട് ചെയ്യൊന്നുമില്ല കേട്ടോ. ഇത് ഇതേമാതിരി തന്നെ ഫുൾ സാധനം യൂട്യൂബിൽ വരുന്നേക്കാരം. പറയും. അപ്പൊ ഞാൻ അടുത്തിട്ട് പറഞ്ഞിരിക്കണമെന്നില്ലല്ലോ. ഞാൻ ഇങ്ങനെ പറയണ്ടേ? സ്വാഗതം പറഞ്ഞു. സ്വാഗതം പറഞ്ഞു. ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. എനിക്കിപ്പോ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. പിന്നെ ഈ ചായക്കട. ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ്? 20,000 ഫോളോവേഴ്സ് അല്ലേ? എത്ര ദിവസം കൊണ്ടാണ് 20,000 ഫോളോവേഴ്സ് ആയത്? ഇന്നലെ 10 കേട്ടോ. ഇന്നലെ എത്ര ദിവസം കൊണ്ടോ? 3 ദിവസം കൊണ്ടോ? 5 ദിവസം കൊണ്ട് കൊറേ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ സലീമാക്ക. പക്ഷെ എന്താ വെച്ചാ റിപ്ലൈ ചെയ്യാനുള്ള കൊറേ ഉണ്ട്. ഇടയ്ക്ക് ഞാൻ സലീമാക്കാക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊടുക്കും. നിങ്ങളത് കാര്യം പറയും. മെസ്സേജ് അയക്കാൻ പറ്റാത്തൊരു പ്രശ്നമുള്ളത്. അതന്നെ മെസ്സേജ് അയക്കാൻ പറ്റത്. ഓക്കെ അല്ലത്? മെസ്സേജ് അയക്കാൻ പറ്റുന്നത് ശരിക്കും ഒരു ഇഷ്ടക്കാരല്ലേ? അങ്ങനെയാണ്. എന്ത് അപ്പൊ ഒന്ന് പറഞ്ഞോണ്ട് പോനാ. മെസ്സേജും കാര്യങ്ങളും എനിക്ക് എടുക്കാൻ പറ്റാത്ത ഞാൻ തിരക്കിലാണ്. ഞാൻ ഇവിടെ ഹോട്ടലിൽ ചെറിയൊരു ചായക്കടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കൊണ്ട് എല്ലാ മെസ്സേജും എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സൗകര്യാർത്ഥം ഞാൻ നോക്കിക്കാണ്ട് അതിന് മറുപടി തരുന്നതാണ്. 8 മണി മുതൽ 8 മണി വരെ. 8 മണി മുതൽ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി മുതൽ രാവിലെ 8 മണി വരെയാണ് ഞാൻ അവിടെ ഉണ്ടാകുക. കടയിൽ വരിക. പിന്നെന്ന് പറഞ്ഞാല് അനാൻഷ വിളിക്കലുണ്ട്. പിന്നെ പറഞ്ഞാല് ഞാനിവിടെ എത്താൻ കാരണം തന്നെ അനാൻഷാണ്. ഈ അനാൻസിനെ കൊണ്ടാണ് ഞാൻ എത്തി. ഇത്രയും ജനങ്ങളെ മുന്നിൽ ഞാൻ എത്തിപ്പെട്ടത് ഒരു അനാൻസിനെ കൊണ്ടാണ്. അപ്പോൾ അനാൻസിക്ക് ആദ്യം ഞാൻ നന്ദി പറയുകയാണ്. അപ്പൊ എത്ര സമയമായിരുന്നു? എന്നെ കാണാമെന്ന് പറയണം. ഇച്ചിരി പോകില്ലേ? അപ്പൊ ഞാൻ പോണ്ടിന്റെ മകനെ കുറിച്ചൊക്കെ പറയണോ? സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഞാനുണ്ട് ഇവിടെ. അതൊക്കെ സലീമാക്കാന്റെ വ്ളോഗാണ്. എന്താ അവിടെ പോയിട്ട് നിക്കേ? ഹായ്, സലീമാക്കാന്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. സലീമാക്കാന്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം സലീമാക്ക. അപ്പൊ പറഞ്ഞ മാതിരി തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും സഹകരിക്കുക. പിന്നെ സഹകരിക്കണം. പിന്നെ പറഞ്ഞുണ്ടോ? ഞാൻ പറയണ്ട, അടുത്ത പറയാം. ഫോൺ ഇവിടെ ഉണ്ടോ? എൻ്റെ ഫോൺ ഇപ്പോൾ ഉണ്ട്. ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന ചെറിയൊരു ഫോണായിരുന്നു. അതാണ് അനാൻസിൻ്റെ അന്ന് പരിപാടി ഒന്നും എനിക്ക് കാണാതെക്കാൻ പറ്റും. അനാൻസിനെ അറിയാവുന്നത് ഞാൻ അതുകൊണ്ടാണ്. ഇപ്പം അത് അനാൻസ് ഇത് പിന്നെ ജനങ്ങളെ കണ്ടതിന് ശേഷം പരിപാടി കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ഫോൺ കിട്ടിയിട്ടുണ്ട്. അതെൻ്റെ മകന് വാങ്ങിത്തന്നാണ്. മകൻ്റെ ഫ്രണ്ട്സും മകനും കൂടി വാങ്ങിത്തന്നാണ്. ഇപ്പം ഞാനെല്ലാം ആ ഫോണിലൂടെ കണ്ട് ഇരിക്കുകയാണ്.
അതെ അടുത്തറിയും അടുത്ത നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതിയല്ല. ലൈഫിന്റെ മാറ്റം പറഞ്ഞു കൊടുക്കി ആൾക്കാർക്ക്. സെലിബ്രേറ്റ് ലൈഫിനെ കുറിച്ച് പറഞ്ഞോളൂ. സെലിബ്രേറ്റ് ലൈഫ് ആണല്ലോ ഇപ്പൊ. അതന്നെ ആ സെലിബ്രേറ്റ് ലൈഫ് നല്ല മാറ്റം ഇപ്പളേ നിങ്ങളെ പഴയ അവസ്ഥ അല്ലേ, പഴയ ആരും അറിയാത്ത അവസ്ഥ. അതിപ്പോ അത് അപ്പത്തെ അവസ്ഥയും ഇപ്പത്തെ അവസ്ഥയും മാറ്റം എന്താണ്? ഇപ്പൊ സെലിബ്രിറ്റി എല്ലാവരും കാണാൻ വരുന്നില്ലേ? എത്ര ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. പഴയതെന്ന് പറഞ്ഞാൽ നമ്മളാർക്കും വേണ്ടല്ലോ, നമ്മളാർക്കും വേണ്ട. ഇപ്പൊ ജനങ്ങളെ അറിയപ്പെടൽ തുടങ്ങി. ദിവസത്തിലേ ടൈം കുറഞ്ഞ പോയ തോന്നണം നിങ്ങൾക്ക്? ഇപ്പൊ ടൈം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ട്. കാരണം മനസ്സിൽ സന്തോഷം കൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പെട്ടെന്ന് ഇത്രയും ഞാൻ ഇതൊക്കെ എത്തുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്രയും മുന്നിൽ എത്തുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒക്കെ ജനങ്ങളൊരൊറ്റ കഴിവാണ്. അല്ല അപ്പം ഞാൻ എന്ത് പറയാനാ, ജനങ്ങളൊരൊറ്റ കഴിവ്. അല്ല അപ്പം എനിക്കിപ്പോൾ ഒന്നിനും പറ്റില്ല. ഞാൻ അനാൻസിനെ കൊണ്ട് എത്തി, അല്ലെങ്കിൽ ഒരാളെ അറിയാത്ത ആളായിരുന്നു. എൻ്റെ നാട്ടുകാരും ഇങ്ങനെ കണ്ടു നിൽക്കുന്നല്ല. ഇപ്പോൾ എത്രയോ ദൂരത്തു നിന്ന് എത്രയോ സ്ഥലത്തു നിന്ന് ആൾക്കാർ നമ്മളെ തേടി എത്തുന്നുണ്ട്. അതന്നെ വളരെ ഒരു സന്തോഷം. ഞാൻ വളരെ നല്ല ഉഷാറിൽ നല്ല പെരുമാറ്റത്തോടു കൂടി എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്താണ് ഞാൻ പോലെ വിട്ടിട്ടുണ്ട്. ഇനി എല്ലാവരും വരിക. അതേമാതിരി എല്ലാവർക്കും എൻ്റെ നന്ദി പറയാണ്. ശേഷം സ്ക്രീനിൽ നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടുത്തെ നടന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. ബാക്കി ഞാൻ കാണിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് ചെയ്യാൻ നീ ബാക്കി ഇങ്ങനെ എല്ലാരും അത് കണ്ടോളി അറിയല്ലേ. നമ്മളെ വീഡിയോസ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇടക്കിടക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം. നിങ്ങൾ കമന്റില് എന്താണ് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ. അപ്പോൾ എല്ലാ പ്രേക്ഷകരും എൻ്റെ വീഡിയോ കാണണം. കണ്ട് ഒരിക്കലും മറക്കാതെ കാണണം. എൻ്റെത് സലീമാക്കാൻ്റെ വീഡിയോ നിർബന്ധമായി കാണണം. എല്ലാവർക്കും എൻ്റെ സ്നേഹം മാത്രം. ഇടക്കിടക്ക് വരികയാണ് സലീമാക്ക. നാടൻ മാസം കേട്ടോ. പറയൂ. ഇപ്പൊ ഇങ്ങനെ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടോ സലീമാക്ക? അതെ, പറഞ്ഞോളി. നിങ്ങൾ പറയൂ. ഇങ്ങനെ പറഞ്ഞാ മതി. അപ്പൊ എല്ലാരും വെൽക്കം ചെയ്തല്ലോ. ഇല്ലെങ്കിൽ പറയല്ലേ ചടങ്ങാറുണ്ട്. ഫസ്റ്റ് ഇന്നത്തെ സംഗീകാരം പുതിയ അക്കൗണ്ടൊക്കെ തുടങ്ങിയില്ല നമ്മള്. പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് എനിക്ക് പറഞ്ഞോണ്ട് ഞാൻ എൻ്റെ അടുത്തുണ്ടല്ലോ. പറയും അപ്പൊ എനിക്ക് മനസ്സിലായി പറയുന്നതേ. പറയൂ. നമുക്ക് എത്ര ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ്? ഞങ്ങൾക്ക് അത് വല്ലതും അറിയോ? എത്രയും നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം. എത്ര മെസ്സേജ് വരുന്നുണ്ട് ഒരു ദിവസം? അതൊന്നും ഞാൻ നോക്കല്ലേ. ഇല്ലല്ല. ഇവിടെ എത്ര ആള് വരുന്നുണ്ട് നിങ്ങൾ കാണാം? ഇവിടെ ഒരു 10-15 ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എത്ര? ഇവിടെ 500 ആൾക്കാരൊക്കെ വരില്ലേ? അറിയില്ലല്ലോ എത്ര ആള് വരുന്നുള്ളത്. ആരൊക്കെ വരുന്നുണ്ട് അറിയിച്ച് പറഞ്ഞാ. എങ്ങനെയുണ്ട്? ഉഷാറാണ്. ഉഷാറല്ലേ? ഇതെന്താ കാര്യം? ഞാൻ അങ്ങനെ ഒപ്പം ഉണ്ട്. നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. അത് തന്നെ. നിങ്ങളെല്ലാരും വരി ബാക്കൊക്കെ വരി. അപ്പൊ ഒരു സപ്പോർട്ടാവും. അല്ലേ മൂപ്പരെങ്ങനെ ഒരു വെൽക്കം കൊടുക്കാം നമുക്ക്. മൂപ്പര് പുതിയൊരാളല്ലേ യൂട്യൂബില്. അതാണ് ഞാൻ ഒന്നും അറിയാത്ത ആളല്ല. സാധനം കൊടുക്കേ മൂപ്പർക്ക് നമ്മളോട് ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ നടത്തി കൊടുക്കാണ്. സെറ്റപ്പ് ആക്കി കൊടുക്കാം. യൂട്യൂബിലൊരു ആഗ്രഹം. ഞാൻ ഈ അനാൻസ് വന്നവരെ അറിയാത്ത ആളാ. ഇത് പറഞ്ഞപ്പോ തിന്നണ കാര്യം എനിക്ക്. വരിയടാ. സലീമാക്കാന്റെ പുതിയ യൂട്യൂബ് ചാനൽ ഇൻട്രോഡ്യൂസ് ചെയ്യാം. അങ്ങനെ പരിപാടി അതന്നെ. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെ കാട്ടും. ഹായ്, സലീമാക്കാന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കുക. എന്താ എല്ലാരോടും പറയാനുള്ളത്? 10K കേക്കൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. ഇന്ന് 20K കേക്ക്. 10K ഓരോ ദിവസവും 10-20. അടിപൊളി. ഇന്ന് കേക്കൊക്കെ മുറിച്ച് സന്തോഷമായിട്ടാണ്. സപ്പോർട്ട് ചെയ്ത് കൊടുക്കടാ. എന്തെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇപ്പൊ കൊറേ കേകള് വരും. ഹലോ ഗൈസ്, സലീമാക്കാന്റെ യൂട്യൂബ് ചാനലിലേക്ക് അങ്ങനെ അങ്ങനെയൊക്കെ പറയത് കുട്ടികൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ വേണോ? ഇല്ല, വേണ്ട. അല്ലാതെ പറ്റുമോ?
ഇതല്ലേ എല്ലാരും കാണട്ടെ എല്ലാരും കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. ആ അപ്പൊ കറക്റ്റാ. ഹലോ ഗെയ്സ്, സലീമാക്കാന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പറയ്. ഹലോ ഗെയ്സ്, ഞാൻ സലീമാക്കാന്റെ യൂട്യൂബ് സ്ഥാപനം ഒരു മാരക കോമഡി പറഞ്ഞ് ചിരിപ്പിച്ച് കൊല്ലും. അങ്ങനെ വേണം, വേറെ നിങ്ങൾക്ക് എങ്ങനെ വേണേലും പറഞ്ഞോളി. ഹലോ പറയട്ടെ. ഹലോ ഹലോ ഗെയ്സ്, സലീമാക്കാന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയാം, അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും സലീമാക്ക. അനാൻച്ച വന്നതിന് ശേഷം കാര്യങ്ങൾ പറഞ്ഞോളി. ഇവിടത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ കാര്യം. ചിരിച്ചു മരിക്കും അല്ലേ? ഇത് നടക്കൂ. അല്ല, ഭയങ്കര സംഭവം. ഒറ്റക്ക് ഇങ്ങനെ 2-3 വട്ടം പറഞ്ഞാൽ ക്ലിയർ ആവും. എന്തെങ്കിലും മുമ്പ് ഇന്നിപ്പോ എന്താ പറയാ, എന്താ ഇങ്ങനെ നിക്കണോ, ഇങ്ങനെ നിക്കണോ? ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾ പറയും, നിങ്ങൾക്കൊക്കെ പറയാതെ ഞാൻ പറയാം. പറയേ, തുടക്കടി. നിങ്ങളെന്തിനാ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് സലീമാക്ക? ഞാനോ? ഞാൻ യൂട്യൂബ് ചാനൽ എന്തിനാ തുടങ്ങിയെന്ന് ചോദിച്ചാല് എന്താ പറയാ, ആള് നിങ്ങളെ കാണൊക്കെ ആളുകൾ കാണാമല്ലോ അല്ലേ? സുഖമായിട്ട് സുഖമായിട്ട് കാണാം. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞാല് എന്ത് പറയാനാ, സലീമാക്ക് മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. എനിക്കൊന്നും ഒന്നും പറയാനില്ല. ഞാൻ അത്രത്തോളം ജനങ്ങൾ എന്നെ കാണാൻ വരികയാണ്. അതെന്നെ വളരെ ഒരു സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. ഞാൻ സാധാ ഒരു പണിക്കാരൻ, ഒരു ഹോട്ടൽ പണിക്കാരൻ. ഞാൻ ഹോട്ടലിൽ വന്ന് 20 ദിവസമായിട്ടുള്ളൂ വന്നിട്ട്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടിയ ഭാഗ്യം മറക്കാൻ പറ്റില്ല. അനാൻസിയാണ് എനിക്ക് കാരണം കേട്ടോ, മുന്നിലാക്കാൻ അനാൻസിയാണ് കാരണം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടിൽ എങ്ങനെയാവും എനിക്കറിയില്ല. പിന്നെ വളരെ ജനങ്ങളൊക്കെ ഇഷ്ടംമാതിരി കാണുന്നുണ്ട് എനിക്ക്. പിന്നെ ഒന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അതാണ് ഇപ്പോൾ സലീമാക്കക്ക് പറയാനുള്ളത്. കുറേ മെസ്സേജും കോളും വരുന്നുണ്ട് സലീമാക്ക. അത് അതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞില്ലേ? ഒന്ന് പറഞ്ഞോളേ. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ദൂര സ്ഥലങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യത്തു നിന്ന് വരെ എനിക്ക് പല മെസ്സേജുകളും കോളുകളൊക്കെ വരുന്നുണ്ട്. എനിക്കിത് എടുക്കാൻ കഴിയില്ല പറഞ്ഞാൽ കോളുകൾ തീരെ എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ അത്രയും ജനങ്ങൾ വിളിക്കുമ്പോൾ നമുക്ക് എല്ലാവരും കൂടി നമുക്ക് ഒരിക്കലും അത് ഫേസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് മറന്നിട്ടൊന്നുമല്ല, എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇതൊക്കെ എടുത്ത് നോക്കണമെങ്കിൽ ഒരുപാട് നേരം പിടിക്കും. അപ്പോൾ ആരും ഒരിക്കലും ഒന്നും വിചാരിക്കരുത്. എല്ലാവരും എനിക്കിഷ്ടമാണ്. അതേമാതിരി സലീമാക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടണം. ഇനിയെന്താ പറയണ്ടേ? ഇങ്ങനെ നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കി. വല്യപ്പ 5000 ഇവിടെ ഇപ്പൊ ഉള്ള എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് വന്നതിന് ശേഷം അനാൻസിനെ കണ്ടതിന് ശേഷം ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ കാരണം എൻ്റെ ഒരു തുണക്കാരുണ്ട്. 2-3 ആളുണ്ട്. ഇതൊക്കെ നമ്മളെ ആൾക്കാരാണ് ഈ ബാക്ക് നിൽക്കുന്നതൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി ചെയ്തു തരുന്നുണ്ട്. കാരണം എനിക്കെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഇതിലൊന്നും വലിയ പരിചയമുള്ള ആളല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാനെന്ന് പറഞ്ഞാൽ ഇവർ ചെറിയൊരു ഫോൺ ഉപയോഗിച്ചാണ്. അതിൻ്റെ മേലേക്കൊരു ഫോൺ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അന്ന് അനാൻസ് വന്നുകൊണ്ട് ഈ വ്ളോഗ് ചെയ്യുമ്പം എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയായിട്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചത്. അത് അറിയാതെ എൻ്റെ ഭാഗ്യമാണ്. അത് വേറെ കാര്യം. അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ ഇങ്ങനെ ഇത്രയും ജനങ്ങൾ എന്നെ കാണാൻ വന്നത്. എനിക്ക് അറിയായിട്ടാണല്ലോ. അപ്പോൾ സത്യം പറയാൻ എനിക്ക് അറിയില്ല ഞാൻ അനാൻസ് ആരാന്ന്, ഇത്ര ഫേമസിലെ ആളാണെന്ന് എനിക്ക് അറിയില്ല. ഇനി ഇപ്പോൾ എന്തായാലും ഞാൻ ഇവിടെയൊക്കെ എത്തി. അപ്പോൾ ഞാൻ ചെറിയൊരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സലീമാക്കാനെ സഹായിക്കുക. സലീമാക്കാക്ക് ഇതാണ് പറയാനുള്ളത് ജനങ്ങളോട്. അത്രയും എനിക്ക് പറയാൻ സ്നേഹം മാത്രം. സലീമാക്കാന്റെ സ്നേഹം മാത്രം. ബാക്കി ശേഷം സ്ക്രീനിൽ
ഇതിന്റെ ബാക്കി ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ കാണിച്ചേ സലീമാക്ക ഇന്ന് ഇവിടെ നടന്ന കുറെ വീഡിയോസ് എടുത്ത് വെച്ചിരിക്കണേ അതൊക്കെ ഇതിലേക്ക് കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ ഇന്ന് നടന്ന വീഡിയോസിൻ്റെ കൂടെ പല പല സ്ഥലത്തു നിന്നും പല ആൾക്കാരും നമ്മളെ തേടി എത്തിയിട്ടുണ്ട്. എല്ലാവരും സന്തോഷപരമായി നമ്മൾ തിരിച്ചു വിട്ടത്. അപ്പോൾ ഓരൊക്കെ വീഡിയോസ് ഇവിടെ ഉണ്ട്. അത് വീഡിയോസ് ഉണ്ട്. അത് നിങ്ങളെ മുന്നിൽ ഞങ്ങളിപ്പം പിന്നെ അയച്ചു തരുന്നതാണ്. യൂട്യൂബിൽ പോസ്റ്റ് ഇടും. ഞാൻ പഴയ ആളല്ലേ, അത് അറിയായിട്ടല്ലോ ഞാൻ ഇങ്ങനെ എത്തിയത്. ഞാൻ അത് അറിയായിട്ടല്ലോ ഞാൻ ഇങ്ങനെ എത്തിയത്. പിന്നെ എന്തിനാ എന്നിട്ട് ഇതന്നെ വിടുന്നോ ഒന്നും വരാല്ല. അതൊന്നും വീട്ടിൽ ബാക്കി ഇനി സലീമാക്കാന്റെ വ്ളോഗിൽ കാണട്ടോ. കാണാം എല്ലാരും വെയിറ്റ് ആൻഡ് സീ. ഓക്കെ എത്തിയാന്ന് ഒക്കെ കോളേജ് പഠിക്ക അവിടെ ഹോസ്റ്റലോ? അമ്പാട് തീരെ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ടീല കുടിക്കുന്നുണ്ട്. മറക്കല്ലോ. ചോറൊക്കെ കിടക്കണോ? എന്താ വെച്ചാ 1 മണി എത്ര സമയം എത്രയായി? ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. അങ്ങനെ കൊറേ ഒന്നും വേണ്ട നമുക്ക്. ഞാൻ പറഞ്ഞൊക്കെ സലീമാക്ക സ്നേഹം മാത്രം. അപ്പൊ നമ്മളെല്ലു കൊടുക്കണ്ടേ? അതാണ് പറഞ്ഞേ. അത് ഞാൻ മാത്രം വളർച്ചൊരു കാര്യമല്ലോ. അതിന് കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ എന്തൊക്കെ എന്നുണ്ടായത് ചോറൊക്കെ അല്ലല്ലേ എന്നുണ്ടായത്? ആദ്യം പോലെ കിട്ടീനോ? ഇപ്പോൾ ഈ കപ്സി ബിരിയാണി കറങ്ങി എന്ത് കഞ്ഞിലുള്ള കുട്ടികൾ ഇത്ര കാലം തന്നെയാണ്. പിന്നെന്താ അതിൻ്റെ കാര്യമൊന്നുമില്ല. നേരെ വിളിക്കാൻ നിൽക്കാം. അവിടെ നിങ്ങളെ കൊണ്ടുവന്ന് കുറെ അതൊന്നല്ല, ഇവിടുന്ന് അതിനെപ്പം പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞ സമയത്ത് എത്ര എനിക്കറിയാം? 15 10ന്റെ നാള് കഴിഞ്ഞല്ലേ? ഇന്നലെ 10ന്റെ കഴിഞ്ഞു ഞാൻ പറഞ്ഞ സമയത്ത്. ഇത് നോക്കി എത്ര നോക്കി നോക്കിക്കേ. എനിക്ക് ഫോൺ തരുന്നു പറഞ്ഞു. എന്തെങ്കിലും തരുന്നു ചോദിച്ചാൽ അതിന് പറഞ്ഞു അതിലെത്ര ആയിക്കണം നോക്കട്ടെ. വരിയുള്ളത് ഇങ്ങനെ അടിയിൽ മേരക്ക് വെച്ചില്ല. ഞാനാകെ മറന്നു പോലെ. ഞങ്ങളെ യൂട്യൂബിലുള്ള ആൾക്കാരോട് എന്താ പറയാ? യൂട്യൂബിലുള്ള ആൾക്കാരോട് സ്നേഹം മാത്രം. സലീമാക്കാന്റെ സ്നേഹം മാത്രം. യൂട്യൂബ് അല്ല എന്തൊക്കെ പറയാനുള്ളത് ഇല്ലേ? എന്തൊക്കെ പറയാ, ഒരുപാട് പറയാനുണ്ട്. പക്ഷെ എനിക്ക് വാക്കുകൾ കിട്ടണില്ല സന്തോഷം കൊണ്ടേ. അതാണ്. എല്ലാവർക്കും താങ്ക്സ്. പോരാ ണ്ടോ ഇങ്ങനത്താ? നല്ല വർത്താനം. ഇന്നലെ ആൾക്കാരല്ലോ ഇപ്പൊ അത് മറിക്കല്ലേ? ഇങ്ങനൊക്കെ പണിയല്ലേ ഇപ്പൊ ഇത്? ചാടിക്കണേ എടുക്ക് പേര്
അതന്നെ ശരിയാണ്. കടന്നുറങ്ങി എല്ലാവരോടും സ്നേഹം മാത്രം, സ്നേഹം മാത്രം. സ്നേഹം മാത്രം. അതന്നെ അതന്നെ അതന്നെ. മടക്കുണ്ടാവും കേട്ടോ മടക്ക് നിർബന്ധമാണ്. മടക്കൂടെ ഓക്കെ